ഒരു ഫ്ലാറ്റ് കണ്ടു. 1000 സ്ക്വയർ ഫീറ്റിന് 5000 രൂപ, ആകെ 50 ലക്ഷം. ഡീൽ ഉറപ്പിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്. ആ 1000 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് 700 സ്ക്വയർ ഫീറ്റ് മാത്രമായിരിക്കും. ഫ്ലാറ്റ് വാങ്ങാൻ ലോൺ എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി നോക്കാം. ഇവിടെ പറയുന്നത് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങാനുള്ള ഹോം ലോണിനെക്കുറിച്ചാണ്. പണി കഴിഞ്ഞ റെഡി ഫ്ലാറ്റും ഇനി പണി നടക്കുന്ന അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റും രണ്ടും ഇതിൽ വരും. രണ്ടിനും ലോൺ ഒന്നുതന്നെ, പക്ഷേ ചെലവിലും റിസ്കിലും വലിയ വ്യത്യാസമുണ്ട്. ആദ്യം നിങ്ങളുടെ എലിജിബിലിറ്റി. ഏജ് ലിമിറ്റ് ഓരോ ബാങ്കിനും വ്യത്യാസമുണ്ട്. ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ 60 വയസ്സ് മുതൽ 75 വയസ്സ് വരെയാണ് പൊതുവെ ലിമിറ്റ്. SBIയുടെ കണ്ടീഷൻ 70 വയസ്സാണ്. ഇനി സാലറി ഇത്ര രൂപ വേണമെന്നൊരു റൂളുമില്ല. ബാങ്കുകൾ ഒരു മിനിമം തുകയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇൻകം സ്ഥിരമാണോ, ഡോക്യുമെന്റ്സ് ഉണ്ടോ, EMI അടയ്ക്കാൻ മതിയാകുമോ എന്നാണ് നോക്കുന്നത്. രണ്ടാമത്തേത് സിബിൽ സ്കോർ. ഫിക്സഡ് ആയ ഒരു കട്ട് ഓഫ് ഇല്ല. പൊതുവെ 650 മുതൽ 750 വരെയുള്ള റേഞ്ചിൽ ഓരോ ബാങ്കും വ്യത്യസ്ത ലെവൽ വെക്കും. HDFC പറയുന്നത് 700-ന് അടുത്ത് സ്കോർ ഐഡിയൽ ആണെന്നും ഇത് കർശനമായ ലിമിറ്റ് അല്ല എന്നുമാണ്. 750-ന് മുകളിൽ ഏറ്റവും നല്ല റേറ്റ് കിട്ടാൻ ചാൻസ് കൂടും. ഇനി പലർക്കും അറിയാത്ത ഒരു കാര്യം. നിലവിൽ വേറെ ലോൺ ഉണ്ടെങ്കിൽ ആ EMI കൂടി ബാങ്ക് കണക്കിൽ കൂട്ടും. 60,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള ആൾക്ക് വേറെ ലോൺ ഇല്ലെങ്കിൽ ഏകദേശം 34.5 ലക്ഷം രൂപ വരെ ഹോം ലോൺ കിട്ടാം. മാസം 12,000 രൂപയുടെ ഒരു കാർ ലോൺ ഉണ്ടെങ്കിൽ അത് ഏകദേശം 20.25 ലക്ഷമായി കുറയും. അതായത് എലിജിബിലിറ്റി ഏകദേശം 14 ലക്ഷം രൂപ കുറഞ്ഞു. ഇൻകം കുറവാണെങ്കിൽ ജോയിന്റ് ലോൺ എടുക്കാം. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഇൻകം കൂടി ചേർത്താൽ കിട്ടാവുന്ന തുക കൂടും. പക്ഷേ ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 2 കണ്ടീഷനും വേണം. ആ ആൾ ലോണിൽ ബോറോവർ ആയിരിക്കണം. ഒപ്പം ഫ്ലാറ്റിൻ്റെ ഓണർഷിപ്പിലും പേരുണ്ടായിരിക്കണം. ലോണിൽ മാത്രം പേരുണ്ടായിട്ട് ബെനിഫിറ്റ് കിട്ടില്ല. ഇനി ഫ്ലാറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്ലാറ്റ് പരസ്യം ചെയ്യുന്നത് സൂപ്പർ ബിൽറ്റ് അപ്പ് ഏരിയയിലാണ്. അതിൽ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലെ സ്ഥലം മാത്രമല്ല ഉള്ളത്. ഇടനാഴി, ലിഫ്റ്റ്, ലോബി, സ്റ്റെയർകേസ്, ക്ലബ് ഹൗസ്, അങ്ങനെ പൊതുവായ എല്ലാ ഭാഗത്തിൻ്റെയും നിങ്ങളുടെ വീതം കൂടിയുണ്ട്. ഈ വീതത്തെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കാർപ്പറ്റ് ഏരിയ. റെറ നിയമപ്രകാരം ബിൽഡർ കാർപ്പറ്റ് ഏരിയ വ്യക്തമായി കാണിക്കണം. ലോഡിംഗ് പൊതുവെ 25 മുതൽ 30% വരെയാണ്. ചില പ്രോജക്റ്റുകളിൽ അതിൽ കൂടുതലും വരാം. 30% ലോഡിംഗ് ഉണ്ടെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിൽ കാർപ്പറ്റ് ഏരിയ 700 സ്ക്വയർ ഫീറ്റ് മാത്രം. ഇത് വിലയിൽ എന്ത് വ്യത്യാസം വരുത്തുമെന്ന് നോക്കാം. സ്ക്വയർ ഫീറ്റിന് 5000 രൂപ എന്ന് പറഞ്ഞ് 1000 സ്ക്വയർ ഫീറ്റിന് 50 ലക്ഷം കൊടുക്കുന്നു. പക്ഷേ ഉപയോഗിക്കാൻ പറ്റുന്നത് 700 സ്ക്വയർ ഫീറ്റ് മാത്രം. അപ്പോൾ യഥാർത്ഥ വില സ്ക്വയർ ഫീറ്റിന് 5000 അല്ല, 7143 രൂപയാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത 300 സ്ക്വയർ ഫീറ്റിന് നിങ്ങൾ കൊടുക്കുന്നത് 15 ലക്ഷം രൂപ. ഇതിൽ നിന്നൊരു പ്രധാന പാഠമുണ്ട്. ഒരേ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്ന 2 ഫ്ലാറ്റുകൾ ഒരേ വിലയല്ല. ലോഡിംഗ് വ്യത്യസ്തമാണെങ്കിൽ യഥാർത്ഥ വിലയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഫ്ലാറ്റുകൾ താരതമ്യം ചെയ്യേണ്ടത് ആകെ വില കാർപ്പറ്റ് ഏരിയ കൊണ്ട് ഹരിച്ചിട്ടാണ്. കാർപ്പറ്റ് ഏരിയ എത്രയെന്ന് ചോദിക്കാൻ റെറ നിങ്ങൾക്ക് അവകാശം തരുന്നു. പണി കഴിയുമ്പോൾ കാർപ്പറ്റ് ഏരിയ പറഞ്ഞതിൽ നിന്ന് മാറിയാൽ എന്ത് സംഭവിക്കും? ഏരിയ കുറഞ്ഞാൽ അധികം വാങ്ങിയ പണം പലിശയോടെ ബിൽഡർ തിരികെ തരണം 45 ദിവസത്തിനുള്ളിൽ. ഏരിയ കൂടിയാൽ അധികം ചാർജ് ചെയ്യാൻ പറ്റുന്നത് 3% വരെ മാത്രം. ഇത് കൃത്യമായി അറിയാൻ നിങ്ങളുടെ എഗ്രിമെൻറ്റും റെറ ചട്ടങ്ങളും നോക്കണം. ഇതൊരു ഉദാഹരണത്തിൽ കാണിക്കാം. ഫ്ലാറ്റ് 1 1000 സ്ക്വയർ ഫീറ്റിന് 5000, ആകെ 50 ലക്ഷം, ലോഡിംഗ് 30%. ഫ്ലാറ്റ് 2 അതേ 1000 സ്ക്വയർ ഫീറ്റ്, പക്ഷേ സ്ക്വയർ ഫീറ്റിന് 5400, ആകെ 54 ലക്ഷം, ലോഡിംഗ് 15% മാത്രം. കാണുമ്പോൾ ഫ്ലാറ്റ് 2 4 ലക്ഷം രൂപ കൂടുതലാണ്. ഇനി കാർപ്പറ്റ് ഏരിയ വെച്ച് നോക്കാം. ഫ്ലാറ്റ് 1-ൽ ഉപയോഗിക്കാൻ പറ്റുന്നത് 700 സ്ക്വയർ ഫീറ്റ്, യഥാർത്ഥ വില സ്ക്വയർ ഫീറ്റിന് 7143. ഫ്ലാറ്റ് 2-ൽ ഉപയോഗിക്കാൻ പറ്റുന്നത് 850 സ്ക്വയർ ഫീറ്റ്, യഥാർത്ഥ വില 6353. അതായത് വില കൂടുതലായി തോന്നിയ ഫ്ലാറ്റ് 2 യഥാർത്ഥത്തിൽ വില കുറഞ്ഞതാണ്. കൂടാതെ 150 സ്ക്വയർ ഫീറ്റ് കൂടുതൽ സ്ഥലവും കിട്ടും. ഇനി ബിൽഡറെയും പ്രോജക്റ്റിനെയും എങ്ങനെ ചെക്ക് ചെയ്യാം? കേരളത്തിൽ റെറ പോർട്ടലിൽ പ്രോജക്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ഇത് ചെയ്യണം. രജിസ്ട്രേഷൻ നമ്പർ ബിൽഡറോട് ചോദിച്ച് പോർട്ടലിൽ സെർച്ച് ചെയ്താൽ മതി. പോർട്ടലിൽ എന്തൊക്കെ കാണാമെന്ന് നോക്കാം. ബിൽഡറുടെ പേര്, മാസ്റ്റർ പ്ലാൻ, ഫ്ലോർ പ്ലാൻ, പൊസിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ തീയതി, പെർമിറ്റുകൾ, ആ പ്രോജക്റ്റിന്മേൽ കേസുകൾ ഉണ്ടോ,
പിന്നെ പണിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. കേസുകൾ ഉണ്ടോ എന്ന ഭാഗം പ്രത്യേകം നോക്കണം. ഇനി ഒരു ഡോക്യുമെന്റിനെ കുറിച്ച്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, ചുരുക്കത്തിൽ ഒസി. ഒരു ഫ്ലാറ്റ് നിയമപ്രകാരം താമസിക്കാൻ പറ്റുന്നതാണ് എന്ന് ലോക്കൽ ബോഡി തരുന്ന സർട്ടിഫിക്കറ്റാണ് ഇത്. ഒസി ഇല്ലെങ്കിൽ ആ ഫ്ലാറ്റ് പണി കഴിഞ്ഞതായി കണക്കാക്കില്ല. ബാങ്കും ഇത് നിർബന്ധമായി ചോദിക്കും. ജിഎസ്ടിയുടെ കാര്യത്തിലും ഇത് നിർണായകമാണ്. അത് ഉടനെ പറയാം. ഇനി ഫ്ലാറ്റിന്റെ വാല്യൂവിന്റെ എത്ര ശതമാനം ലോൺ കിട്ടും? റിസർവ് ബാങ്കിന്റെ ലിമിറ്റ് ലോൺ തുകയുടെ അടിസ്ഥാനത്തിലാണ്. 20 ലക്ഷം രൂപ വരെയുള്ള ലോണിന് 90% വരെ, 20 ലക്ഷം മുതൽ 75 ലക്ഷം വരെ 80% വരെ, അതിന് മുകളിൽ 75% വരെ. പുതിയ ഫ്ലാറ്റിന് പഴക്കത്തിന്റെ പേരിൽ കുറവ് വരില്ല. ഇവിടെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ചാർജും ഫ്ലാറ്റിന്റെ വാല്യൂവിൽ കൂട്ടാൻ പാടില്ല എന്ന് റിസർവ് ബാങ്ക് ബാങ്കുകളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ചെലവ് ലോണിൽ വരില്ല, നിങ്ങൾ ക്യാഷ് ആയി കൊടുക്കണം. കേരളത്തിൽ ഇത് 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷനും ചേർത്ത് 10% വരും. ഇനി ജിഎസ്ടി. അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റിന് ജിഎസ്ടി 5%. അഫോർഡബിൾ ഹൗസിംഗ് ആണെങ്കിൽ 1% മാത്രം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഒസി കിട്ടിയ പണി കഴിഞ്ഞ ഫ്ലാറ്റിന് ജിഎസ്ടി ഇല്ല. 0. ഇതാണ് റെഡി ഫ്ലാറ്റിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം. അഫോർഡബിൾ ഹൗസിംഗിന്റെ 1% കിട്ടാൻ 2 കണ്ടീഷനും ഒരുമിച്ച് വേണം. 1. കാർപ്പറ്റ് ഏരിയ 90 സ്ക്വയർ മീറ്ററിൽ കൂടരുത്. മെട്രോ നഗരങ്ങളിൽ 60 സ്ക്വയർ മീറ്റർ. 2. ഫ്ലാറ്റിന്റെ വില 45 ലക്ഷം രൂപയിൽ കൂടരുത്. 2-ൽ 1 തെറ്റിയാൽ 5% ജിഎസ്ടി വരും. ഈ 45 ലക്ഷം ഒരു കട്ട് ഓഫ് ആണ്, പതുക്കെ കൂടുന്ന ഒന്നല്ല. 45 ലക്ഷത്തിന്റെ ഫ്ലാറ്റിന് 1% ജിഎസ്ടി 45,000 രൂപ. 46 ലക്ഷത്തിന്റെ ഫ്ലാറ്റിന് 5%, 2,30,000 രൂപ. അതായത് വിലയിൽ 1 ലക്ഷം കൂടിയാൽ ജിഎസ്ടിയിൽ 1,80,000 രൂപ കൂടും. ഇനി പലരും അധികം പണം കൊടുക്കുന്ന ഒരു കാര്യം, കാർ പാർക്കിംഗ്. സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. തുറന്ന പാർക്കിംഗും സ്റ്റിൽറ്റ് പാർക്കിംഗും കെട്ടിടത്തിന്റെ പൊതുഭാഗമാണ്. അത് ബിൽഡർക്ക് വേറെ വിൽക്കാൻ അധികാരമില്ല. റെറ നിയമത്തിലും തുറന്ന പാർക്കിംഗ് പൊതുഭാഗമായി തന്നെയാണ് നിർവചിച്ചിരിക്കുന്നത്. ഇതിലൊരു അപവാദമുണ്ട്. ഗാരേജ് 3 വശവും ചുമരും മേൽക്കൂരയുമുള്ള, പൂട്ടാൻ പറ്റുന്ന വേറിട്ട ഒരു ഗാരേജ് ആണെങ്കിൽ അത് വിൽക്കാം. അതുകൊണ്ട് പാർക്കിങ്ങിന് പ്രത്യേകം പണം ചോദിക്കുമ്പോൾ ഇത് ചോദിക്കണം, ഇത് പൊതുഭാഗത്തിലുള്ള പാർക്കിംഗ് ആണോ അതോ അടച്ചുകെട്ടിയ ഗാരേജ് ആണോ? ഉത്തരം എഗ്രിമെന്റിൽ എഴുതി വാങ്ങുക. ഫ്ലാറ്റിന്റെ പരസ്യത്തിൽ കാണുന്ന വിലയ്ക്ക് പുറമേ വരുന്ന ചെലവുകൾ വേറെയുമുണ്ട്. ഉയർന്ന നിലയ്ക്ക് ചാർജ് ചെയ്യുന്ന ഫ്ലോർ റൈസ്, ക്ലബ് ഹൗസ്, ജിം പോലുള്ള അമ്യൂണിറ്റി ചാർജ്, വാട്ടർ, ഇലക്ട്രിസിറ്റി കണക്ഷൻ ചാർജ്, പിന്നെ പൊസിഷൻ സമയത്ത് വാങ്ങുന്ന കോർപ്പസ് ഫണ്ട്. ഇവയെല്ലാം ചേർത്ത് ആകെ എത്ര രൂപ എന്ന് ബിൽഡറോട് എഴുതി ചോദിക്കണം. വാക്കാൽ പറഞ്ഞത് മതിയാകില്ല. ഇനി കയ്യിൽ എത്ര ക്യാഷ് വേണം? 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ്, 40 ലക്ഷം ലോൺ. റെഡി ഫ്ലാറ്റ് ആണെങ്കിൽ 10 ലക്ഷം ഡൗൺ പേയ്മെന്റും 5 ലക്ഷം സ്റ്റാമ്പ് ഡ്യൂട്ടിയും ചേർത്ത് 15 ലക്ഷം. അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ 2.5 ലക്ഷം ജിഎസ്ടി, ആകെ 17.5 ലക്ഷം. അതേ ഫ്ലാറ്റിന് പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2.5 ലക്ഷം കൂടുതൽ ക്യാഷ് വേണം. അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റിന് ബാങ്ക് പണം ഒരുമിച്ച് തരില്ല. പണിയുടെ പ്രോഗ്രസ് അനുസരിച്ച് സ്റ്റേജായി ബിൽഡർക്ക് കൊടുക്കും. ഓരോ സ്റ്റേജിലും ബാങ്ക് പണി എത്രത്തോളം ആയി എന്ന് പരിശോധിക്കും. നിങ്ങൾ, ബിൽഡർ, ബാങ്ക് ഈ 3 പേരും ചേർന്നുള്ള ഒരു എഗ്രിമെന്റും സാധാരണ ഉണ്ടാകും. ഇവിടെ ബാങ്ക് നിങ്ങൾക്കൊരു ഓപ്ഷൻ തരും, പ്രീ EMI. അതായത് ഇതുവരെ വിട്ടുതന്ന തുകയുടെ ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കുക. മാസം അടയ്ക്കേണ്ട തുക കുറവായിരിക്കും. കേൾക്കുമ്പോൾ നല്ലതായി തോന്നും. പക്ഷേ ഇതിലൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നു. പ്രിൻസിപ്പൽ ഒട്ടും കുറയുന്നില്ല. കണക്ക് നോക്കാം. 40 ലക്ഷം ലോൺ, 8% ഇൻട്രസ്റ്റ്, പണി തീരാൻ 2 വർഷം. പ്രീ EMI എടുത്താൽ ആ 2 വർഷത്തിൽ അടയ്ക്കുന്നത് ഏകദേശം 4,25,000 രൂപ. പ്രിൻസിപ്പൽ കുറഞ്ഞത് 0. ഫുൾ EMI അടച്ചാൽ 8,33,000 രൂപ പോകും. പക്ഷേ പ്രിൻസിപ്പൽ 4,53,000 രൂപ കുറയും. അതായത് ഫുൾ EMI അടയ്ക്കാൻ 2 വർഷത്തിൽ ഏകദേശം 4,08,000 രൂപ അധികം വേണം. പക്ഷേ പണി തീരുമ്പോൾ നിങ്ങൾ ആ ഫ്ലാറ്റിന്റെ 4.5 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രീ EMIയിൽ 0. പ്രീ EMI വില കുറഞ്ഞതല്ല, വൈകിപ്പിച്ചതാണ്. പക്ഷെ ഒരു കാര്യം സത്യസന്ധമായി പറയണം, പണി നടക്കുമ്പോൾ വാടകയും കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രീ EMI ശരിയായ തീരുമാനമാകാം. പണി നടക്കുന്ന കാലത്ത് അടയ്ക്കുന്ന ഇൻട്രസ്റ്റിന്റെ ടാക്സ് ബെനിഫിറ്റ് ഉടനെ കിട്ടില്ല. പണി കഴിഞ്ഞ ശേഷമുള്ള വർഷങ്ങളിലേക്ക് അത് നീട്ടിയാണ് കിട്ടുന്നത്. ഇത് എങ്ങനെ കണക്കാക്കണം എന്ന് നിങ്ങളുടെ കേസിൽ ഒരു സിയോട് ചോദിച്ച് ഉറപ്പാക്കുക. ഇനി ഏറ്റവും വലിയ റിസ്ക്, പൊസിഷൻ വൈകൽ. പണി വൈകിയാൽ നിങ്ങൾ പ്രീ EMIയും വാടകയും ഒരുമിച്ച് കൊടുക്കും.
ഫ്ലാറ്റ് കയ്യിൽ കിട്ടിയിട്ടുമില്ല. പ്രകാരം ഇതിന് 2 വഴിയുണ്ട്. അടച്ച പണം പലിശയോടെ തിരികെ വാങ്ങാം, അല്ലെങ്കിൽ വൈകുന്ന ഓരോ മാസത്തിനും പലിശ വാങ്ങാം. റെറയിൽ പരാതി കൊടുക്കാം. ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് സ്വന്തമാക്കുന്നത്? ഫ്ലാറ്റിന്റെ ഉള്ളിലെ സ്ഥലം മാത്രമല്ല, ആ കെട്ടിടം നിൽക്കുന്ന ഭൂമിയിൽ ഒരു വീതവും നിങ്ങൾക്കുണ്ട്. ഇതിനെ അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയും. ആധാരത്തിൽ ഈ വീതം എത്രയെന്ന് കൃത്യമായി എഴുതിയിരിക്കണം. ഇതില്ലെങ്കിൽ ഭാവിയിൽ കെട്ടിടം പുനർനിർമ്മിക്കുമ്പോൾ നിങ്ങളുടെ അവകാശം എന്താണെന്ന് തർക്കമാകും. ഇനി EMI കഴിഞ്ഞാൽ വരുന്ന ഒരു സ്ഥിരം ചെലവ് മെയിൻ്റനൻസ്, ലിഫ്റ്റ്, ജനറേറ്റർ, സെക്യൂരിറ്റി, വെള്ളം, പൊതുഭാഗത്തിന്റെ വൈദ്യുതി, ക്ലീനിംഗ്, ജീവനക്കാരുടെ ശമ്പളം, ഇതെല്ലാം ഈ പണത്തിൽ നിന്നാണ്. ഫ്ലാറ്റ് ഉടമകളുടെ അസോസിയേഷൻ ആണ് ഇത് പിരിക്കുന്നത്. സാധാരണ കണക്കാക്കുന്നത് സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന നിരക്കിലാണ്. ഈ നിരക്ക് പ്രോജക്റ്റും അമ്യൂണിറ്റികളും അനുസരിച്ച് വ്യത്യാസപ്പെടും. പൊതുവെ സ്ക്വയർ ഫീറ്റിന് 2 മുതൽ 5 രൂപ വരെ, വലിയ അമ്യൂണിറ്റികളുള്ള പ്രോജക്റ്റുകളിൽ അതിൽ കൂടുതലും വരാം. 1000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിന് സ്ക്വയർ ഫീറ്റിന് 3 രൂപ എന്ന് വെച്ചാൽ മാസം 3000 രൂപ. അതായത് EMIയുടെ മേൽ 9% അധികം. 20 വർഷത്തിൽ 7 ലക്ഷത്തിലധികം. ഇതിൻ്റെ കൂടെ പൊസിഷൻ സമയത്ത് ഒറ്റത്തവണയായി വാങ്ങുന്ന ഒരു തുകയുണ്ട്, കോർപ്പസ് ഫണ്ട്. ലിഫ്റ്റ് മാറ്റം, പെയിന്റിംഗ് പോലുള്ള വലിയ ചെലവുകൾക്ക് വേണ്ടി കരുതിവെക്കുന്ന പണമാണ് ഇത്. ഇതിൻ്റെ തുക പ്രോജക്റ്റ് അനുസരിച്ച് വളരെ വ്യത്യാസപ്പെടും. ഒരു സ്ഥിരം നിരക്കില്ല. അതുകൊണ്ട് എത്രയാണ് എന്ന് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് എഴുതി വാങ്ങണം. ഇനി ഡോക്യുമെന്റ്സ്. ഫ്ലാറ്റിന്റെ ഭാഗത്ത് നിന്ന് ബാങ്ക് ചോദിക്കുന്നത് ഇവയാണ്: രജിസ്ട്രേഷൻ നമ്പർ, അലോട്ട്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ ബിൽഡർ എഗ്രിമെന്റ്, അപ്രൂവ് ചെയ്ത ബിൽഡിംഗ് പ്ലാൻ, ബിൽഡറുടെ NOC, പണി കഴിഞ്ഞ ഫ്ലാറ്റ് ആണെങ്കിൽ OC, പിന്നെ ഭൂമിയുടെ അൺഡിവൈഡഡ് ഷെയർ, ആ കെട്ടിടത്തിന്റെ ഭൂമിയിൽ നിങ്ങളുടെ വീതം. ഇതിൻ്റെ കൂടെ മുൻപത്തെ ആധാരങ്ങളും മെയിൻ്റനൻസ് കുടിശ്ശിക ഇല്ല എന്ന ഉറപ്പും വേണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പാൻ, ആധാർ, അഡ്രസ് പ്രൂഫ്, ശമ്പളക്കാരാണെങ്കിൽ 3 മാസത്തെ സാലറി സ്ലിപ്പ്, ഫോം 16, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബിസിനസ് ഉള്ളവർക്ക് 2-3 വർഷത്തെ IDR. ഒരു ഉപകാരപ്രദമായ കാര്യം കൂടി, പല ബാങ്കുകളും ചില ബിൽഡർമാരെയും പ്രോജക്റ്റുകളെയും മുൻകൂട്ടി അപ്രൂവ് ചെയ്ത് ലിസ്റ്റ് വെക്കും. നിങ്ങളുടെ പ്രോജക്റ്റ് ആ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ലീഗൽ, ടെക്നിക്കൽ വെരിഫിക്കേഷൻ വേഗം കഴിയും. ഇല്ലെങ്കിൽ ബാങ്ക് കൂടുതൽ പരിശോധിക്കും. അതുകൊണ്ട് ബാങ്കിനോട് ഇത് ചോദിക്കുന്നത് നല്ലതാണ്. ഇനി പുതിയ ഫ്ലാറ്റ് അല്ല, വേറൊരാൾ താമസിച്ച ഫ്ലാറ്റ് വാങ്ങുന്നതാണെങ്കിൽ 3 കാര്യം കൂടി വരും. 1. വിൽക്കുന്ന ആൾക്ക് ആ ഫ്ലാറ്റിന്മേൽ ലോൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആധാരത്തിന്റെ ഒറിജിനൽ അയാളുടെ ബാങ്കിന്റെ കയ്യിലായിരിക്കും. നിങ്ങളുടെ ബാങ്കിന് അത് കിട്ടാതെ പണം കൊടുക്കാൻ പറ്റില്ല. 2. ബാങ്കുകൾ തമ്മിൽ ഏകോപിപ്പിക്കണം. അതിന് സമയം വേണം. 2. ഫ്ലാറ്റ് ഉടമകളുടെ അസോസിയേഷനിൽ നിന്ന് മെയിൻ്റനൻസ് കുടിശ്ശിക ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് വാങ്ങണം. കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങളുടെ തലയിൽ വരും. 3. കെട്ടിടത്തിന്റെ പഴക്കം. ലോണിന്റെ ടെന്യൂർ കെട്ടിടത്തിന്റെ ബാക്കിയുള്ള ആയുസ്സിനേക്കാൾ കൂടാൻ പാടില്ല. പഴയ ഫ്ലാറ്റിന് ടെന്യൂർ കുറയും, അതോടെ EMI കൂടും. പഴയ ഫ്ലാറ്റിന്റെ കാര്യത്തിൽ OC ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കണം. പല പഴയ കെട്ടിടങ്ങൾക്കും OC ഇല്ല, അല്ലെങ്കിൽ പ്ലാനിൽ ഇല്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ബാങ്ക് ആ ഫ്ലാറ്റ് സെക്യൂരിറ്റി ആയി സ്വീകരിക്കാൻ മടിക്കും. കെട്ടിടത്തിന്റെ പഴക്കത്തിന്റെ കാര്യത്തിൽ ഓരോ ബാങ്കിനും വ്യത്യസ്ത പോളിസിയാണ്. അതുകൊണ്ട് ഒരു ബാങ്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേറെ ബാങ്കിൽ ട്രൈ ചെയ്യാം. ഇനി പ്രോസസ്. ആദ്യം ആപ്ലിക്കേഷൻ, ഡോക്യുമെന്റ്സ്, പ്രോസസ്സിംഗ് ഫീസ്. ഈ ഫീസ് പൊതുവെ ലോൺ തുകയുടെ 0.5% മുതൽ 0.5% വരെയാണ്. പക്ഷേ മിക്ക ബാങ്കുകളും മാക്സിമം ലിമിറ്റ് വെക്കും. SBIയുടെ കാർഡ് റേറ്റിൽ 40 ലക്ഷത്തിന്റെ ലോണിന് ഏകദേശം 11,800 രൂപ. പിന്നെ ക്രെഡിറ്റ് അപ്രൈസൽ. അതിനുശേഷം സാങ്ഷൻ ലെറ്റർ കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കണം, സാങ്ഷൻ ലെറ്റർ കിട്ടി എന്നത് പണം കിട്ടി എന്നല്ല. പിന്നെ ബാങ്കിന്റെ വക്കീൽ ലീഗൽ ചെക്കിംഗ് നടത്തും, വാല്യുവർ ടെക്നിക്കൽ വെരിഫിക്കേഷൻ ചെയ്യും. എല്ലാം ഓക്കെ ആയാൽ എഗ്രിമെന്റ് ഒപ്പിട്ട് ഡിസ്ബേഴ്സ്മെന്റ് റെഡി. ഫ്ലാറ്റിന് ഒറ്റത്തവണ അണ്ടർ കൺസ്ട്രക്ഷൻ സ്റ്റേജ് ആയി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ലോണിന് ആകെ എത്ര കൊടുക്കണം? 40 ലക്ഷം രൂപ, 8% ഇൻട്രസ്റ്റ്, 20 വർഷം, മാസം EMI 34,713 രൂപ. 20 വർഷം കൊണ്ട് ബാങ്കിന് ആകെ കൊടുക്കുന്നത് 83,31,000 രൂപ. ഇൻട്രസ്റ്റ് മാത്രം 43 ലക്ഷത്തിലധികം. ഇത് എങ്ങനെയെന്ന് നോക്കാം. EMIയിൽ 2 ഭാഗമുണ്ട്, ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും. ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് ബാക്കി നിൽക്കുന്ന ലോണിന്റെ മേലാണ്. ആദ്യ വർഷം ബാക്കി ഏറ്റവും കൂടുതലായതുകൊണ്ട് അടയ്ക്കുന്ന ഓരോ രൂപയിലും ഏകദേശം 81 പൈസ ഇൻട്രസ്റ്റ് ആണ്. 2 കാര്യങ്ങൾ കൂടി. 1. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിലുള്ള ഹോം ലോൺ മുൻകൂർ അടച്ചാൽ പിഴ ഈടാക്കാൻ പാടില്ല എന്നാണ് റിസർവ് ബാങ്കിന്റെ നിയമം. മാസം 5,000 രൂപ അധികം അടച്ചാൽ ഏകദേശം 13 ലക്ഷം രൂപ ലാഭിക്കാം.
ഇൻട്രസ്റ്റിനുള്ള 2 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ ഓൾഡ് ടാക്സ് റെജിമിൽ മാത്രമേയുള്ളൂ. ന്യൂ റെജിമിലില്ല. അപ്പോൾ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ചെയ്യേണ്ടത് ഇത്രയുമാണ്. 1. കാർപ്പറ്റ് ഏരിയ എത്രയെന്ന് ചോദിച്ച് വില കാർപ്പറ്റ് കൊണ്ട് ഹരിക്കുക. 2. റെറ പോർട്ടലിൽ പ്രോജക്റ്റ് ചെക്ക് ചെയ്യുക. 3. റെഡി ഫ്ലാറ്റ് ആണെങ്കിൽ OC ചോദിക്കുക. 4. GST അടക്കം കയ്യിൽ എത്ര ക്യാഷ് വേണമെന്ന് കണക്കാക്കുക. 5. പ്രീ EMI വേണോ ഫുൾ EMI വേണോ എന്ന് തീരുമാനിക്കുക. സാമ്പത്തിക വിചാരം സാധാരണക്കാരൻ്റെ പണകാര്യങ്ങൾ ലളിതമായി. ഇത് പൊതുവായ വിവരങ്ങൾ മാത്രമാണ്, സാമ്പത്തിക ഉപദേശമല്ല. നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ ഒരു വക്കീലിനെയും ബാങ്കിനെയും സമീപിക്കുക. സബ്സ്ക്രൈബ് ചെയ്യൂ.